ഹരിയും. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ശ്രീ പാർവതി പഞ്ചകത്തെക്കുറിച്ചാണ്. പാർവതി ദേവിയെ സ്തുതിക്കുന്ന 5 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള സ്തോത്രമാണ്. നമുക്കതിലെ ഓരോ ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ശ്രീ പാർവതി പഞ്ചകം. വിനോദമോദ മോദിത ദയോദയോജ്വലാന്തര നിശുംഭ ശുംഭ ദംബധാരണേ സുദാരുണാരുണ അഖണ്ഡ ഗണ്ഡ ദണ്ഡ മുണ്ട മണ്ഡലീ വിമണ്ഡിത പ്രചണ്ഡ ചണ്ഡ രശ്മി രശ്മി രാശി ശോഭിത ശിവ. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ഇവിടെ അമ്മയെ വിളിക്കുകയാണ് വിനോദ മോദ മോദിത. വിനോദത്തിൽ നിന്നും ജനിക്കുന്ന സന്തോഷത്തിൽ സന്തോഷിക്കുന്നവളാണ് അമ്മ. നമ്മുടെ മനസ്സിനെ രഞ്ജിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഏർപ്പെടുന്ന ക്രീഡകളാണ് വിനോദം. അമ്മയെ സംബന്ധിച്ച് 3 പ്രവൃത്തികളാണ് പ്രധാനമായും ചെയ്യുന്നത്. ലോകത്തെ സൃഷ്ടിക്കുന്നു, ആ സൃഷ്ടിച്ച ലോകത്തെ പാലിക്കുന്നു, ക്രമേണ അതിനെ ലയിപ്പിക്കുന്നു. ഈ 3 പ്രവൃത്തികളും അമ്മയ്ക്ക് വിനോദമാണ്. അതിൽ രമിക്കുന്നവളായതുകൊണ്ട് വിനോദമോദ മോദിത. ഭക്തരെ അനുഗ്രഹിക്കുകയും ശത്രുക്കളെ നിഗ്രഹിക്കുകയും അമ്മയ്ക്ക് ഒരു വിനോദമാണ്. ആ വിനോദത്തിൽ സന്തോഷിക്കുന്നവളായതുകൊണ്ട് വിനോദമോദ മോദിത. ദയോദയോജ്വലാന്തര. അമ്മയുടെ ഉള്ള്, അതായത് അന്തരം, അവിടെ ഉജ്ജ്വലമായിരിക്കുന്നു. എന്തിനാലാണ് അത് ഉജ്ജ്വലമായിരിക്കുന്നത്? ദയോദയത്താൽ, ദയയുടെ ഉദയത്താൽ അന്തരംഗം ഉജ്ജ്വലമായിരിക്കുന്നവൾ. അതായത് അമ്മയുടെ മനസ്സിൽ എപ്പോഴും ദയ ഉദിച്ചു നിൽക്കുന്നു. ഭക്തരുടെ നേർക്ക് എപ്പോഴും ദയയാണ്. ഭക്തർ അമ്മയുടെ മുമ്പിൽ വന്ന് അവരുടെ ആ ദീനത അമ്മയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ദയ ഉണരുകയും അവർക്ക് ആവശ്യമുള്ള സഹായം അമ്മ ചെയ്തു കൊടുക്കുകയും ചെയ്യും. കാരണം പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ മക്കളായി കാണുന്നവളാണ്. അതുകൊണ്ട് അത്രയും ദയ അമ്മയ്ക്ക് എപ്പോഴും ഉണ്ട്. ആ ദയ കൊണ്ട് ഉള്ളെപ്പോഴും ഉജ്ജ്വലിച്ച് നിൽക്കുന്നു. അതാണ് ദയോദയോജ്വലാന്തര നിശുംഭ ശുംഭ ദംബധാരണേ സുദാരുണ. വളരെയധികം ദയയുള്ളവളാണെന്ന് പറഞ്ഞു. എന്നാൽ അതേസമയം സുദാരുണയാണ് അമ്മ. സുദാരുണ എന്ന് പറഞ്ഞാൽ അതിഭയാനകം എന്നാണ് അർത്ഥം. അത് ആരുടെ നേർക്കാണ് അതിഭയാനക ഭാവം പ്രകടിപ്പിക്കുന്നത്? നിശുംഭ ശുംഭ. നിശുംഭനും ശുംഭനും 2 അസുരന്മാരാണ്. ദേവി മാഹാത്മ്യത്തിൽ വരുന്ന അസുരന്മാരാണ്. അവർ വളരെയധികം അഹങ്കാരികളായിരുന്നു. അതുകൊണ്ട് അമ്മയുടെ നേർക്ക് യുദ്ധം ചെയ്തു. അപ്പൊ അവരുടെ ദംഭത്തെ, അഹങ്കാരത്തെ, ധാരണേ, നശിപ്പിക്കാനായിട്ട് സുദാരുണയായവളാണ് അമ്മ. അവരുടെ നേർക്ക് വളരെയധികം ഭയാനകമായ ഭാവത്തെ പ്രകടിപ്പിച്ച് അവർക്ക് പോലും താങ്ങാൻ പറ്റാത്ത വിധം അവരോട് പൊരുതി അവരെ വധിച്ചവളാണ്. അതുകൊണ്ട് നിശുംഭ ശുംഭ ദംഭ ധാരണേ സുദാരുണ അരുണ. ഉദിച്ചുയരുന്ന സൂര്യന്റെ ആ അരുണ നിറത്തിന് സമാനമായ കാന്തിയോട് കൂടിയവളായതുകൊണ്ട് അരുണ എന്ന് വിളിച്ചിരിക്കുന്നു. അഖണ്ഡ ഗണ്ഡ ദണ്ഡ മുണ്ട മണ്ഡലീ വിമണ്ഡിത. അഖണ്ഡം എന്നാൽ സമസ്തം, ഗണ്ഡം എന്നാൽ വീരന്മാര്, ദണ്ഡം എന്നാൽ സേന. അപ്പോൾ സമസ്ത വീരന്മാരുടെയും സേന. മുണ്ടം എന്നാൽ ശിരസ്. അമ്മയുടെ ശത്രുക്കളെ വധിക്കുന്നവളാണ്, സുദാരുണമായ ഭാവം സ്വീകരിച്ചവളാണെന്ന് നേരത്തെ പറഞ്ഞു. ആ രീതിയിൽ ശത്രു സൈന്യത്തെ മുഴുവൻ വധിക്കുമ്പോൾ ശത്രുക്കളുടെ കൂട്ടം, അതാണ് ഗണ്ഡദണ്ഡം. വളരെയധികം വീരതയുള്ളവരാണ് ഈ ശത്രുക്കൾ, കേമന്മാരാണ്. കാരണം പരാശക്തിയുടെ നേർക്ക് തന്നെയാണ് തിരിഞ്ഞിട്ടുള്ളത്. അവർ അമ്മയുടെ നേർക്ക് വരുമ്പോൾ അവരെ മുഴുവൻ ശിരസ് ഛേദിച്ചുകൊണ്ട് അമ്മ വധിക്കുന്നു. അപ്പൊ ആ ശിരസ്സുകളെല്ലാം മണ്ഡലി, വൃത്താകൃതിയിൽ അമ്മയുടെ ചുറ്റും ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിനാൽ വിമണ്ഡിത, നന്നായി അലങ്കരിക്കപ്പെട്ടവൾ. ഇത് 2 രീതിയിൽ നോക്കാം. യുദ്ധം നടന്നു കഴിയുമ്പോൾ ശത്രുക്കളുടെ ശിരസ്സെല്ലാം അറ്റുകിടക്കുന്നു. അത് അലങ്കാരമായിട്ട് അമ്മയ്ക്ക് ചുറ്റും ശോഭിക്കുന്നു. അഥവാ ശത്രുക്കളുടെ ശിരസിനെ എടുത്തുകൊണ്ടൊരു മാലയാക്കി അമ്മ കഴുത്തിൽ ധരിച്ചിരിക്കുന്നു. മുണ്ടമാലയെ ധരിച്ചവൾ. ആ ഭാവത്തിലും പാർവതിയെ കാണാറുണ്ട്. അപ്പൊ ആ ഭാവത്തിൽ ഇരിക്കുന്നവൾ, അവിടെ ഓരോ ശിരസ്സും ശത്രുവിന്റെ അഹങ്കാരത്തിന്റെ പ്രതീകമാണ്. അപ്പൊ ശത്രുവിന്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കിയവൾ. അത് നേരത്തെ പറഞ്ഞ പദം കൊണ്ട് ചേർത്ത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നിശുംഭ ശുംഭ ദംഭ ധാരണേ സുദാരുണ എന്ന് പറഞ്ഞു. അവരുടെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് സുദാരുണമായ ഭാവത്തെ പ്രദർശിപ്പിച്ചത്. അപ്പൊ അതുപോലെ എല്ലാ ശത്രുക്കളുടെയും അഹങ്കാരത്തെ ജയിച്ചവളാണെന്ന് കാണിക്കാൻ മുണ്ടമാലയെ ധരിച്ചിരിക്കുന്നു. അഥവാ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ അവിടെ ജയിച്ച് ശോഭിക്കുന്ന സമയത്ത് ശത്രു സൈന്യങ്ങളുടെ ശിരസ്സെല്ലാം ചുറ്റും ഇങ്ങനെ അലങ്കാരമായിട്ട് കിടക്കുന്നു. പ്രചണ്ഡ ചണ്ഡ രശ്മി രശ്മി രാശി ശോഭിത ശിവ. പ്രചണ്ഡം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തത്,
ചണ്ഡരശ്മി എന്ന് പറഞ്ഞാൽ സൂര്യനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രശ്മി എന്നാൽ കിരണങ്ങൾ. അപ്പൊ സഹിക്കാൻ പറ്റാത്ത സൂര്യന്റെ കിരണങ്ങളാൽ രാശി, കിരണങ്ങൾ ഒരു വലയമായിട്ട്, ഒരു മണ്ഡലമായിട്ട് അമ്മയുടെ ചുറ്റുമുണ്ട്. അതിനാൽ ശോഭിക്കുന്നവളാണ്. അമ്മയുടെ കാന്തി സൂര്യന്റെ കാന്തിക്ക് സമാനമാണെന്നാണ് ഇവിടെ പറയുന്നത്. സൂര്യനെ നോക്കാൻ നമുക്ക് എത്ര പ്രയാസമാണോ അത്രയും പ്രയാസമാണ് അമ്മയെ നോക്കാൻ. അത് രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. ഒന്ന്, ശത്രുക്കൾക്ക് എതിരിടാൻ പറ്റാത്തവളായതുകൊണ്ട് സൂര്യനെ പോലെ ജ്വലിക്കുന്നവൾ. അതിസൂക്ഷ്മ തത്വമായതുകൊണ്ടും സൂര്യനെ പോലെ നമുക്ക് അമ്മയെ ഗ്രഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടും അമ്മ പ്രചണ്ഡ ചണ്ഡ രശ്മി രശ്മി രാശി ശോഭിത എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. ശിവ മംഗളസ്വരൂപയാണ്. ഇപ്പൊ മുണ്ടമാലയൊക്കെ ധരിച്ചു എന്ന് പറയുമ്പോൾ ആ യുദ്ധകളത്തിലുള്ള ഭാവം കാണുമ്പോൾ അമംഗളമായ ഭാവമല്ലേ എന്ന് തെറ്റിദ്ധരിക്കേണ്ട. അമ്മയുടെ സ്വരൂപം എപ്പോഴും ശിവമാണ്, മംഗളമാണ്. ലോകത്തിൽ മംഗളമായി എന്തെങ്കിലും ഉണ്ടോ അതിനാ മംഗളത നൽകുന്നത് അമ്മയാണ്. അതുകൊണ്ട് ശിവയാണ്. അമ്മ എന്തിനെ ധരിച്ചാലും അതിനെ പവിത്രീകരിക്കും. ഇപ്പൊ മുണ്ടമാല അമ്മ ധരിച്ചാൽ ആ മുണ്ടമാലകളെല്ലാം പവിത്രമാകും. ശത്രുക്കളെ വധിച്ചാൽ ആ ശത്രുക്കളെല്ലാം പവിത്രരാകും, അവർക്ക് സദ്ഗതി കിട്ടും. അതുകൊണ്ട് ശിവയാണ് അമ്മ. ഇതാണ് ആദ്യത്തെ ശ്ലോകം. വിനോദമോദമോദിതാദയോദയോജ്വലാന്തര നിശുംഭ ശുംഭദംഭധാരണേ സുദാരുണാരുണ അഖണ്ഡ ഗണ്ഡ ദണ്ഡ മുണ്ട മണ്ഡലീ വിമണ്ഡിത പ്രചണ്ഡ ചണ്ഡ രശ്മി രശ്മി രാശി ശോഭിത ശിവ. തുടർന്ന് രണ്ടാമത്തെ ശ്ലോകമാണ്. അമന്ദ നന്ദി നന്ദിനി ധരാധരേന്ദ്ര നന്ദിനി പ്രതീർണ ശീർണ താരിണി സദാര്യ കാര്യകാരിണി തദന്ധകാന്തകാന്തക പ്രിയേശകാന്തകാന്തക മുരാരി കാമ ചാരി കാമ മാരിധാരിണി ശിവ. അമന്ദം എന്ന് പറഞ്ഞാൽ ചെറുതല്ലാത്തത്. അപ്പൊ വളരെ വലുതായിട്ടുള്ള നന്ദി, അതായത് സന്തോഷം. നന്ദിനി, അതിൽ സന്തോഷിക്കുന്നവൾ. അപ്പൊ ചെറുതല്ലാത്ത സന്തോഷത്തിൽ സന്തോഷിക്കുന്നവൾ. ചെറുതായ സന്തോഷങ്ങളൊക്കെ ലൗകികമായ സന്തോഷമാണ്. ചെറുതല്ലാത്ത വലിയ സന്തോഷം എന്ന് പറയുന്നത് ആത്മാനന്ദമാണ്. ആത്മാനന്ദത്തിൽ സദാ രമിക്കുന്നവളാണമ്മ. അതുകൊണ്ട് അമന്ത നന്ദി നന്ദിനി എന്ന് വിളിച്ചിരിക്കുന്നു. ധരാധരേന്ദ്ര നന്ദിനി. ധരാധരൻ എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നാണ് അർത്ഥം. ധരാധരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളുടെ രാജാവ്, അതായത് ഹിമവാൻ, സാക്ഷാത് ഹിമാലയം. അദ്ദേഹത്തിന്റെ നന്ദിനിയായിട്ട് ആവിർഭവിച്ചവൾ, മകളായിട്ട് ജനിച്ചവൾ. ഹിമവാന്റെ പുത്രി, അതായത് ഗൗരി, പാർവതിയായിട്ട് ശോഭിക്കുന്നവൾ. അതാണ് ധരാധരേന്ദ്ര നന്ദിനി. പ്രതീർണ ശീർണ താരിണി. പ്രതീർണം എന്ന് പറഞ്ഞാൽ മുങ്ങുന്നത്, മുങ്ങിയിരിക്കുന്ന ഭാവമാണ്. വളരെയധികം മുങ്ങുന്നത് എന്ന് സൂചിപ്പിക്കാൻ പ്ര എന്ന ഉപസർഗം ചേർത്തിരിക്കുന്നു. ശീർണം എന്ന് പറഞ്ഞാൽ മെലിഞ്ഞിരിക്കുന്നത്, ചുരുങ്ങിയത്, അതായത് ഇവിടെ ക്ഷീണിച്ചിരിക്കുന്നത് എന്നർത്ഥം വരും. അപ്പൊ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരുത്തൻ. അവൻ വളരെയധികം ക്ഷീണിതനാണ്. അവന് കരകയറാൻ പറ്റാത്തത് കൊണ്ട് ആ പരിശ്രമത്തിൽ അവൻ ക്ഷീണിതനാണ്. അങ്ങനെയുള്ളവരെ താരിണി, തരണം ചെയ്യിക്കുന്നവളാണ്. എവിടെയാണ് മുങ്ങുന്നത്? സംസാര സാഗരത്തിലാണ്. ജനന മരണ ചക്രത്തിൽ പെട്ടുപോയിട്ടുള്ള ഭക്തർ അവിടെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും രക്ഷപ്പെടാൻ പരമാവധി പരിശ്രമിച്ചിട്ടും അവർക്ക് സാധിക്കുന്നില്ല, ക്ഷീണിതരായിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ബോധമുദിക്കും, ഒരേ ഒരു ആശ്രയം അമ്മയാണെന്ന്. അപ്പോൾ അവർ അമ്മയെ വിളിക്കും. അമ്മ ഉടനെ തന്നെ വന്ന് അവരെ കരയിലേക്ക് എത്തിക്കും, അവരെ തരണം ചെയ്യിക്കും. അതുകൊണ്ട് പ്രതീർണ ശീർണ താരിണി. സദാര്യ കാര്യകാരിണി. സദാ ആര്യകാര്യകാരിണി, എപ്പോഴും ശ്രേഷ്ഠമായ കാര്യങ്ങളെ ചെയ്യുന്നവളാണ്. അമ്മയുടെ എല്ലാ പ്രവൃത്തിയും ശ്രേഷ്ഠമാണ്, ലോകത്തിന് മാതൃകയാണ്. ശ്രേഷ്ഠമായ പ്രവൃത്തി എന്തെന്ന് ചോദിച്ചാൽ അമ്മ ചെയ്തിട്ടുള്ളവയാണെന്ന് പറയാം. ആ രീതിയിൽ പ്രവർത്തിക്കുന്നവളാണ് സദാര്യ കാര്യകാരിണി. എന്ത് ചെയ്താലും അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുന്നവൾ. അതുകൊണ്ട് സദാര്യ കാര്യകാരിണി. തദന്ധകാന്തകാന്തക പ്രിയേശകാന്തകാന്തക. തദന്ധക, അന്ധകാസുരനെ, അന്ധക വധിക്കുന്നവൻ. ഇവിടെ അന്ധകാസുരനെ വധിക്കുന്നത് യമനായിട്ട് നമുക്കെടുക്കാം. വാസ്തവത്തിൽ ശിവനാണ് വധിക്കുന്നത്. പക്ഷെ അന്ധക ശബ്ദം 2 തവണ വന്നതുകൊണ്ട് അന്ധകനെ ഇല്ലാതെയാക്കുന്ന യമനെ അന്ധക, ഇല്ലാതെയാക്കിയവനാണ് മഹാദേവൻ. അപ്പൊ അന്ധകാന്തകൻ എന്നും അന്ധകാന്തകൻ എന്നും 2 പദങ്ങൾ വന്നു. അപ്പോൾ അന്ധകനെ വധിച്ചതും ശിവനാണ്, യമനെ വധിച്ചതും ശിവനാണ്. ഇനി എല്ലാവരുടെയും മൃത്യുവിന് കാരണമായിരിക്കുന്നത് യമനായതുകൊണ്ട് അന്ധകന്റെ മൃത്യുവിനും കാരണം യമനാണ്. ആ യമനെയും ഇല്ലാതെയാക്കിയവൻ, അവനെയും നിയന്ത്രിക്കുന്നവനാണ് മഹാദേവൻ. അതുകൊണ്ട് തദന്ധകാന്തകാന്തക പ്രിയേശ, ആ ശിവന് വളരെയധികം പ്രിയയായിരിക്കുന്നവൾ.
അപ്പോൾ തദന്ധകാന്ത കാന്തക പ്രിയ എന്നൊരു പേര് കിട്ടി. അത് കഴിഞ്ഞ് ഈശകാന്ത കാന്തക, ഈശൻ എന്നാൽ ശിവൻ, ശിവനെ ഭർത്താവായി വരിച്ചുകൊണ്ട് ശിവന്റെ കാന്തിയെ വർദ്ധിപ്പിച്ചവൾ, ശിവനെ വളരെയധികം മനോഹരം ആക്കിയവൾ. അമ്മ അടുത്തിരിക്കുമ്പോഴാണ് ശിവന് കൂടുതൽ മനോഹാരിത ലഭിക്കുന്നത്. സൂക്ഷ്മമായി നോക്കിയാൽ ശിവന് ചലിക്കാൻ പറ്റുന്നത് തന്നെ ശക്തിയുടെ സാന്നിധ്യത്തിലാണ്. ശക്തിയാണ് ചലനം, ശിവൻ നിശ്ചലതയാണ്, ആത്മവസ്തുവാണ്. ഇപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ശിവന്റെ കാന്തിയെ വർദ്ധിപ്പിച്ചവൾ എന്നർത്ഥത്തിൽ, ശിവന്റെ കാന്തിയായി ശോഭിക്കുന്നവൾ എന്നർത്ഥത്തിൽ പ്രിയേഷ ഈശകാന്ത കാന്തക എന്ന് രണ്ട് പദങ്ങൾ ഇവിടെ വന്നു. അപ്പോൾ തദന്ധകാന്ത കാന്തക പ്രിയ, ഈശകാന്ത കാന്തക എന്ന് രണ്ട് പദങ്ങൾ. മുരാരി കാമചാരി കാമമാരി ധാരിണി ശിവ. മുരാരി, മുരന്റെ ശത്രുവായിരിക്കുന്നവൻ സാക്ഷാത് മഹാവിഷ്ണു. മുരൻ എന്ന അസുരനെ വധിച്ചത് അദ്ദേഹമാണ്, അതുകൊണ്ട് മുരാരിയാണ്. മുരാരിയുടെ കാമചാരി, മുരാരി ആഗ്രഹിക്കുന്നത് പോലെ ചരിക്കുന്നതും, കാമമാരി, സ്വയം ഒരു ആഗ്രഹവും ഇല്ലാത്തവൾ, ആഗ്രഹങ്ങളെ ഇല്ലാതെയാക്കിയവൾ, ധാരിണി, ഭൂമി. ഭൂമിയായിട്ട് ശോഭിക്കുന്നത് അമ്മയാണ്. ആ ഭൂമി എന്തിനു വേണ്ടിയാണ് വസിക്കുന്നത്? മുരാരിയുടെ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ സ്വന്തമായി മറ്റൊരാഗ്രഹവും ഇല്ലാത്തവളാണ്. അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒരു ആഗ്രഹവും ഇല്ല, ഒന്നും നേടേണ്ടതായ ഭാവം അമ്മയുടെ ഉള്ളിലില്ല. പക്ഷെ മുരാരി, അതായത് ലോകത്തെ പാലിക്കുന്നവനാണ് മുരാരി. അവൻ ലോകത്തെ പാലിക്കണമെങ്കിൽ അവിടെ ജീവന്മാർക്ക് വസിക്കാനായിട്ടൊരു ഇടം വേണം. അപ്പോൾ ആ ഇടമായി വർത്തിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ ധരിക്കുന്നവളായതുകൊണ്ട് അമ്മ ഭൂമിയായിട്ട് ശോഭിക്കുന്നു. അതാണ് മുരാരി കാമചാരി കാമമാരി ധാരിണി ശിവ. മംഗളസ്വരൂപയാണ് അമ്മ. ലോകമാതാവാണെന്നുള്ള ഭാവം അവിടെ നിന്നും ലഭിച്ചു. വിഷ്ണുവിന് പോലും അമ്മയുടെ സഹായം ആവശ്യമാണ് തൻ്റെ പ്രവൃത്തി ചെയ്യാൻ. ഇതായിരുന്നു രണ്ടാമത്തെ ശ്ലോകം. അമന്ത നന്ദി നന്ദിനി ധരാധരേന്ദ്ര നന്ദിനി പ്രതീർണശീർണ താരിണി സദാര്യ കാര്യകാരിണി തദന്ധകാന്ത കാന്തക പ്രിയേഷ കാന്ത കാന്തക മുരാരി കാമചാരി കാമമാരി ധാരിണി ശിവ. തുടർന്ന് മൂന്നാമത്തെ ശ്ലോകമാണ്. അശേഷ വേഷ ശൂന്യ ദേശ ഭർതൃകേശ ശോഭിത ഗണേശ ദേവതേശ ശേഷ നിർനിമേഷ വീക്ഷിത ജിതസ്വശിഞ്ചിതാലി കുഞ്ച പുഞ്ച മഞ്ജു ഗുഞ്ചിത സമസ്തമസ്തകസ്ഥിത നിരസ്തകാമകസ്തവ. അശേഷ വേഷ ശൂന്യ ദേശ ഭർതൃകേശ ശോഭിത. അശേഷ സമസ്തമായ, വേഷമെന്നാൽ രൂപമെന്നാണ് ഇവിടെ അർത്ഥം. അപ്പോൾ ശൂന്യം എന്നാൽ ഇല്ലാത്തത്. അപ്പോൾ ഒരു രൂപവുമില്ലാത്ത ഭാവത്തിൽ, അതായത് നിരാകാര ഭാവത്തിൽ ദേശം, ഒരു സ്ഥാനത്ത് ഭർതൃകേശം, ഭർത്താവിൻ്റെ കേശത്തെ ദേശമാക്കി വാസസ്ഥാനമാക്കി അവിടെ ശോഭിത, ശോഭിക്കുന്നവളാണ് അമ്മ. അപ്പോൾ ഭർത്താവിൻ്റെ കേശത്തിൽ വസിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ ഗംഗാദേവിയെ നമുക്കിവിടെ എടുക്കാം. അപ്പോൾ ഗംഗാദേവി ഭാവത്തിൽ ശോഭിക്കുന്നവളാണ്. അതുപോലെ തന്നെ കേശത്തിൽ ധരിച്ചിട്ടുള്ളതാണ് ചന്ദ്രക്കല. അപ്പോൾ ചന്ദ്രക്കലയായി ശോഭിക്കുന്നവളാണ്. കാരണം അമ്മ നിരാകാരയാണ്, അമ്മയ്ക്ക് പ്രത്യേകിച്ച് രൂപമില്ല. അപ്പോൾ സൂക്ഷ്മമായ ഭാവത്തിൽ ശിവന്റെ കേശത്തിൽ ശോഭിക്കുന്നവളാണ്. അപ്പോൾ ശിവന്റെ കേശത്തിനുള്ളിലുള്ള ആ ശൂന്യത, ആ ആകാശതത്വം തന്നെ അമ്മയാണ് എന്നർത്ഥവും അവിടെ വന്നു. അല്ലെങ്കിൽ ഗംഗാദേവിയാണെന്നോ അല്ലെങ്കിൽ ചന്ദ്രക്കലയാണെന്നോ നമുക്കവിടെ കൽപ്പിക്കാം. എന്തായാലും രൂപമില്ലാത്ത ഭാവത്തിൽ അവിടെ കേശത്തിൽ ശോഭിക്കുന്നവൾ. അശേഷ വേഷ ശൂന്യ ദേശ ഭർതൃകേശ ശോഭിത ഗണേശ ദേവതേശ ശേഷ നിർനിമേഷ വീക്ഷിത. ഗണേശൻ, ഗണങ്ങളുടെ മുഴുവൻ ഈശനായിരിക്കുന്നവൻ, സാക്ഷാത് വിഘ്നേശ്വരൻ, വിനായകൻ, ഗണപതി. ദേവതേശൻ, ദേവതമാരുടെ ഈശനായിരിക്കുന്നവൻ. ഈ പദത്തെ രണ്ടായിട്ട് വ്യാഖ്യാനിക്കാം. ഒന്ന്, ശിവന് ഈ പേര് വരും, ദേവേശനാണ് ഭഗവാൻ, അതുകൊണ്ട് ശിവൻ എന്ന് അർത്ഥമെടുക്കാം. അല്ലെങ്കിൽ ദേവസൈന്യത്തിന്റെ നാഥനായിരിക്കുന്ന സ്കന്ദൻ, സാക്ഷാത് സുബ്രഹ്മണ്യ സ്വാമി എന്ന അർത്ഥവും എടുക്കാം. ഗണേശനായതുകൊണ്ട് സുബ്രഹ്മണ്യനാണ് കൂടുതൽ ചേരുക. അപ്പോൾ ഗണേശ ദേവതേശ, ഗണേശനും സുബ്രഹ്മണ്യനും ശേഷിക്കുന്നവരുമായിട്ടുള്ള എല്ലാ ദേവതകളാലും നിർനിമേഷ, മിഴി ചിന്മാതെ, കണ്ണടയ്ക്കാതെ, വീക്ഷിത, നോക്കപ്പെടുന്നവൾ. എല്ലാവരും എപ്പോഴും ധ്യാനിക്കുന്നത് അമ്മയാണ്. അമ്മയുടെ ധ്യാനത്തിലൂടെയാണ് അവർക്ക് എല്ലാ ഉയർച്ചയും ലഭിക്കുന്നത്. അതുകൊണ്ട് അകത്ത് ആത്മസ്വരൂപത്തിൽ ഇരിക്കുന്നവളായതുകൊണ്ട് അവിടെ ആത്മഭാവത്തിൽ നിരന്തരം ഇവരെല്ലാവരും ധ്യാനിക്കുന്നു. ഇവരുടെ എല്ലാം ആത്മാവ് അമ്മയാണെന്നുള്ള ബോധം അവർക്ക് ഓരോരുത്തർക്കുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരല്പം പോലും ശ്രദ്ധ മാറാതെ അമ്മയെ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരായതുകൊണ്ട് നിർനിമേഷരായിട്ട് അമ്മയെ നോക്കുന്നു എന്നർത്ഥം.
ഇനി അമ്മയുടെ മുമ്പിൽ വന്ന് നിന്ന് അമ്മയെ ഉപാസിക്കുകയാണ് ഗണപതിയും മുരുകനും തുടങ്ങിയിട്ടുള്ള ദേവതമാരും എല്ലാവരും. എല്ലാ ഗണങ്ങളും അവിടെയുണ്ട്. എല്ലാവരും നിന്ന് അമ്മയെ ഒന്ന് നോക്കുമ്പോൾ അത്രയും സൗന്ദര്യമാണ് അമ്മയുടെ മുഖത്തിൽ. അപ്പൊ അവിടെ നിന്നും കണ്ണെടുക്കാൻ അവർക്ക് തോന്നില്ല. കണ്ണടച്ചാൽ ആ സൗന്ദര്യം മറഞ്ഞു പോകുമല്ലോ എന്ന് ഭയന്ന് കണ്ണ് തുറന്നുകൊണ്ട് അടയ്ക്കാതെ അമ്മയെ തന്നെ അവർ നോക്കിയിരിക്കുന്നു. ആ ഭാവത്തിൽ ഇരിക്കുന്നവൾ. അതുകൊണ്ട് ഗണേശ ദേവതേശ ശേഷ നിർനിമേഷ വീക്ഷിത ജിത സ്വശിഞ്ചിതാലി കുഞ്ച പുഞ്ച മഞ്ജു ഗുഞ്ചിത. ജിത ജയിച്ചിരിക്കുന്നവളാണ്. എന്തിനാൽ? സ്വശിഞ്ചിത തൻ്റെ ആഭരണങ്ങളുടെ ശബ്ദം. ശിഞ്ചിതം എന്നാൽ ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന കിലുക്കമാണ്. അപ്പൊ തൻ്റെ ആഭരണങ്ങളുടെ ശബ്ദത്താൽ ജയിച്ചിരിക്കുന്നു. എന്തിനെ? അലികുഞ്ച പുഞ്ചം. അലികുഞ്ച പുഞ്ചം എന്ന് പറഞ്ഞാൽ വണ്ടിൻ കൂട്ടം എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. വണ്ടിൻ കൂട്ടങ്ങൾ മഞ്ജു ഗുഞ്ചിത മനോഹരമായിട്ട് ശബ്ദിക്കുകയാണ്, മൂളുകയാണ്. പൊതുവെ അവരുടെ സ്വഭാവമാണ്. അപ്പൊ തേനൊക്കെ നുകരുന്ന സമയത്ത് ആ തേൻ ആസ്വദിച്ച് ആ തേൻ തേടി അവരിങ്ങനെ ഗമിക്കുന്ന സമയത്ത് അവരിങ്ങനെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ശബ്ദം കേൾക്കാൻ വളരെയധികം മധുരമാണ്. എന്നാൽ ആ ശബ്ദത്തിന്റെ മാധുര്യത്തെ പോലും അമ്മയുടെ ആഭരണങ്ങളുടെ ശബ്ദം ജയിച്ചിരിക്കുന്നു. അത്രയും മധുരമായ ആഭരണ ശബ്ദങ്ങളോട് കൂടിയവളാണ് അമ്മ. അതാണ് ജിതസ്വശിഞ്ചിതാലി കുഞ്ച പുഞ്ച മഞ്ജു ഗുഞ്ചിത. വണ്ടിൻകൂട്ടങ്ങൾ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. കാരണം അമ്മ അത്രയും അധികം ശോഭയുള്ളവളും സുഗന്ധമുള്ളവളും വളരെയധികം മൃദുലമായവളുമാണ്. അപ്പോൾ ഒരു പൂവ് പോലെ താമര വിരിഞ്ഞു നിൽക്കുകയാണോ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വണ്ടിൻ കൂട്ടങ്ങൾ അവിടെ ഇങ്ങനെ ചുറ്റി നടക്കുന്നു. അവരിങ്ങനെ മൂളുന്നുണ്ട്. പക്ഷെ അവരുടെ മൂളലിനേക്കാൾ മാധുര്യം അമ്മയുടെ ആഭരണത്തിന്റെ ചലനങ്ങൾ കൊണ്ട്. അതുകൊണ്ട് അങ്ങനെ അവരെ ജയിച്ചിരിക്കുന്നവളാണ് അമ്മ. സമസ്തമസ്തക സ്ഥിത. മസ്തകം എന്നാൽ ശിരസ്. എല്ലാവരുടെയും ശിരസിൽ നിൽക്കുന്നവൾ, അതായത് എല്ലാവരെയും ഭരിക്കുന്നവൾ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശക്തികളും അമ്മയുടെ തൃപ്പാദങ്ങളിൽ വന്നാണ് നമിക്കുന്നത്, അമ്മയെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് അവരുടെ എല്ലാം മസ്തകത്തിലാണ് അമ്മ വസിക്കുന്നത്. അവരെയെല്ലാം ഭരിച്ചുകൊണ്ടാണ് അമ്മ ഇരിക്കുന്നത്. അതുകൊണ്ട് സമസ്തമസ്തക സ്ഥിത നിരസ്തകാമകസ്തവ. ത്യജിക്കപ്പെട്ടിട്ടുള്ള, നിരസ്തനാക്കപ്പെട്ടിട്ടുള്ള കാമദേവനാൽ സ്തുതിക്കപ്പെടുന്നവൾ. തിരസ്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിരസ്ത എന്ന ശബ്ദം കൊണ്ട് ഭഗവാൻ പരമശിവൻ കാമദേവനെ അനങ്കനാക്കി, ഭസ്മമാക്കി, ശരീരമില്ലാത്തവനാക്കി. ആ സമയത്ത് അവനൊരു ആശ്രയം ഉണ്ടായിരുന്നത് അമ്മ മാത്രമാണ്. അവനെ പുനർജീവിപ്പിച്ചത് അമ്മയാണ്. അതുകൊണ്ട് അവൻ അമ്മയെ സ്തുതിച്ചു. അതുകൊണ്ട് അവനാൽ സ്തുതിക്കപ്പെടുന്നവൻ. ഇനി ലോകത്തിലുള്ള ആൾക്കാരെ മോഹിപ്പിക്കാനായിട്ട് കാമദേവൻ പ്രവർത്തിക്കുന്നു. അതിൽ അവനൊരു അല്പമെങ്കിലും വിജയം കിട്ടണമെങ്കിൽ അമ്മയുടെ ശക്തിയുടെ ഒരു അംശമെങ്കിലും അവന് ലഭിക്കണം. ആ ഒരു അംശം കൊണ്ടാണ് അവന്റെ മുഴുവൻ പ്രവൃത്തിയും നടക്കുന്നത്. അതുകൊണ്ട് നിരന്തരമായി കാമദേവൻ അമ്മയെ സ്തുതിക്കുന്നു. അപ്പൊ കാമദേവന്റെ മഹിമയെ പോലും അമ്മ അധികരിച്ചിരിക്കുന്നത് കൊണ്ട് നിരസ്ത ശബ്ദം ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെ ശോഭിക്കുന്നവളാണ് അമ്മ. ഇതായിരുന്നു മൂന്നാമത്തെ ശ്ലോകം. അശേഷവേഷ ശൂന്യദേശ ഭർതൃകേശ ശോഭിത ഗണേശ ദേവതേശ ശേഷ നിർനിമേഷ വീക്ഷിത ജിതസ്വശിഞ്ചിതാലി കുഞ്ച പുഞ്ച മഞ്ജു ഗുഞ്ചിത സമസ്തമസ്തക സ്ഥിത നിരസ്തകാമകസ്തവ. തുടർന്ന് നാലാമത്തെ ശ്ലോകമാണ്. സസംഭ്രമം ഭ്രമം ഭ്രമം ഭ്രമന്തി മൂഢമാനവ മുധാ ബുധാ സുധാ വിഹായ ധാവമാന മാനസ അധീനദീനഹീന വാരിഹീനമീന ജീവന ദദാതുഷം പ്രദാനിശം വശം വദാർത്ഥമാശിഷം. സംഭ്രമം. ശരിയേത് തെറ്റേത് എന്ന് അറിയാൻ പറ്റാത്ത മോഹത്തിൽ പെട്ടിട്ടുള്ള ഭാവമാണ് സംഭ്രമം. അങ്ങനത്തെ ഭാവത്തോടു കൂടി അതാണ് സസംഭ്രമം. ഭ്രമം, മോഹിക്കുന്നു പൂർണ്ണമായിട്ട്. അപ്പൊ ശരിയേത് തെറ്റേതെന്ന് മനസ്സിലായിട്ടില്ല, തെറ്റാണ് ശരി എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. അങ്ങനത്തെ ഭാവമാണ് ഭ്രമം എന്ന ശബ്ദം കൊണ്ട്. അപ്പോൾ സസംഭ്രമം, ഭ്രമം, ഭ്രമം വളരെ പതുക്കെ, ഭ്രമന്തി കറങ്ങുന്നു. കേന്ദ്രത്തിലാണ് ലക്ഷ്യം എന്ന് മനസ്സിലാക്കാതെ അതിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നു. കേന്ദ്രത്തിൽ ആരാ? അമ്മ തന്നെയാണ്. അമ്മയാണ് ലക്ഷ്യം. ആ അമ്മയുടെ ചുറ്റുമുള്ളതാണ് ഈ സംസാരം മുഴുവൻ. അത് വെറും അലങ്കാരമാണ്. പക്ഷെ അതിലാണ് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ സസംഭ്രമം ഭ്രമം ഭ്രമം ഭ്രമന്തി മൂഢമാനവ. മൂഢന്മാരായിട്ടുള്ള മനുഷ്യന്മാർ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ശരി ഏത് തെറ്റേതെന്ന് അറിയില്ല. അവർ തെറ്റിനെ ശരിയായി സ്വീകരിക്കുന്നു. എന്നിട്ട് പതുക്കെ അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നു. അതിൽ അവരെത്തുന്നില്ല. അവർ തേടുന്നത് പരമാനന്ദമാണ്. പക്ഷെ അവർക്കത് അറിയില്ല. ആ പരമാനന്ദം അവരുടെ തന്നെ ഉള്ളിൽ ശോഭിക്കുന്നുണ്ട്. അതും അവരറിയുന്നില്ല. അപ്പൊ അമ്മയെ മനസ്സിലാക്കാതെ അവർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മൂഢന്മാരാണ് അവർ. അങ്ങനെയുള്ള മനുഷ്യർ കറങ്ങുന്നു. മുധ. എങ്ങനെയാണ് കറങ്ങുന്നത്?
വൃഥാവിലാണ്, വെറുതെയാണ്. ആ കറക്കം കൊണ്ട് അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അബുധ, അറിവില്ലാത്തവരാണ് അവർ. മൂഢ എന്ന് വിളിച്ചു, അതൊന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. സുധാം വിഹായ, സുധ എന്ന് പറഞ്ഞാൽ അമൃതം. അമൃതത്തെ ഉപേക്ഷിച്ചിട്ടാണ് അവരിങ്ങനെ കറങ്ങുന്നത്. അമൃതം എവിടെ? അവരുടെ ഉള്ളിൽ തന്നെയുണ്ട്. അമ്മ അവരുടെ ഉള്ളിൽ അമൃതമായി ശോഭിക്കുന്നുണ്ട്. പരാശക്തിയുടെ സാന്നിധ്യം അവിടെയുണ്ട്. അത് മനസ്സിലാക്കാതെ അവർ ചെറിയ ചെറിയ ആനന്ദം ഈ ലോകത്തിൽ കിട്ടുമെന്ന് കരുതി അതിൻ്റെ പിന്നാലെ പോകുന്നു, കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് സുധാം വിഹായ, അമൃതത്തെ ഉപേക്ഷിച്ച്. ധാവമാന മാനസ, ധാവമാനം എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുന്ന, മാനസ മനസ്സോടുകൂടിയവരാണ്. അവരുടെ മനസ്സിന് ഒരല്പം പോലും വിശ്രമമില്ല. കാരണം ആഗ്രഹങ്ങളെ പൂരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അഗ്നിയിൽ നെയ്യൊഴിക്കുന്ന സമാനമാണെന്ന് ഭഗവത്ഗീത പറയും. ദുഷ്പൂരേനാനലേന ച എന്നവിടെ ഒരു വരിയുണ്ട്. നമ്മൾ എത്ര നെയ്യ് ഒഴിക്കുന്നുവോ അത്രയും അഗ്നി ആളിക്കത്തും. അതുപോലെ എത്ര ആഗ്രഹങ്ങളെ നമ്മൾ പൂർത്തീകരിക്കുന്നുവോ അത്രയും ആ ആഗ്രഹങ്ങൾ വീണ്ടും ആളിക്കത്തും. കൂടുതൽ കൂടുതൽ വേണമെന്ന ത്വര നമുക്കുണ്ടാവും. 10 കിട്ടുകിൽ 100 മതി എന്നുമെന്ന് പൂന്താനം പറയുന്ന ആ ഭാവം. ആഗ്രഹങ്ങൾ ഒരിക്കലും കുറയുകയില്ല. അപ്പൊ ആഗ്രഹങ്ങൾ നേടാനായിട്ട് ശ്രമിക്കുന്ന മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം, അതിന് വിശ്രമമില്ല. അതുകൊണ്ട് ധാവമാന മാനസ, അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ആ ഓട്ടം മുന്നോട്ടല്ല, അത് കറക്കമാണ്. ഒരേ സ്ഥലത്തേക്ക് തിരിച്ചു വരും. ആഗ്രഹമുണ്ടാകുന്നു, അത് നേടാനായി പരിശ്രമിക്കുന്നു, ആ പരിശ്രമം സഫലമാകുന്നു, കുറച്ച് വിശ്രമം കിട്ടുന്നു, വീണ്ടും ആഗ്രഹം ജനിക്കുന്നു. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൃഥ, പ്രത്യേകിച്ചൊരു കാര്യവുമില്ലാതെ ഒരു നേട്ടവും കിട്ടാത്ത വിധം മൂഢന്മാരായിട്ടുള്ള, അബുധന്മാരായിട്ടുള്ള ജനങ്ങൾ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവർ ഉപേക്ഷിക്കുന്നതോ സാക്ഷാത് അമൃതത്തെയാണ്. ആ അമൃതം അമ്മ തന്നെയാണ്. അപ്പോൾ ആ അമ്മയെ അവർ മനസ്സിലാക്കിയാൽ ഈ കറക്കം അവർക്ക് നിർത്താം. ലോകത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് അമ്മയോട് പറയുകയാണ്. കാരണം ദയ ഉദിച്ചു നിൽക്കുന്നവളാണല്ലോ. അപ്പൊ ആ ദയയെ ഒന്നും കൂടി ഉജ്ജ്വലിപ്പിക്കുകയാണ്. ദയ ഉണർന്നാൽ മനുഷ്യരെ അമ്മ രക്ഷിക്കും. അതിനുവേണ്ടി പറയുന്നു, സസംഭ്രമം ഭ്രമം ഭ്രമം ഭ്രമന്തി മൂഢമാനവ മുധാ ബുധാ സുധാ വിഹായ ധാവമാന മാനസ അധീന ധീന ഹീന വാരിഹീന മീന ജീവന. അധീനം, വശപ്പെട്ടിരിക്കുന്ന. ദീനം, ദീനം എന്ന് പറഞ്ഞാൽ ദയനീയമായ. ഹീനം, വളരെ താഴ്ന്നിരിക്കുന്ന. വാരിഹീനം, വാരി എന്നാൽ ജലം, ജലമില്ലാത്തതായ. മീനം, മത്സ്യം. ജീവന, അങ്ങനെയുള്ള മീനിനെ ജീവിപ്പിക്കുന്നവളാണ് അമ്മ. വളരെയധികം വശപ്പെട്ടിരിക്കുകയാണ്. ആ മീനിന് സ്വാതന്ത്ര്യമൊന്നുമില്ല, അതെന്നും അമ്മയ്ക്ക് അധീനനാണ്. പക്ഷെ ആ മീൻ അത് മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ജീവനെയാണ് ഇവിടെ, സമസ്ത മാനവരാശിയെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു മീനിനെ പോലെയാണ്. ആ മീൻ അമ്മയ്ക്ക് എന്നും അധീനയാണ്, ദീനനാണ്, ദയ അർഹിക്കുന്നതാണ്. കാരണം സംസാരത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്, ഹീനനാണ്. അവന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല, ഇഷ്ടം പോലെ ദോഷങ്ങളുണ്ട്. അതുകൊണ്ട് വളരെ താഴ്ന്നവനാണ്, അമ്മയെ സമീപിക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവനാണ്. അങ്ങനെയുള്ള വാരിഹീനം. മത്സ്യത്തിന് ജലമില്ലെങ്കിലോ, ജലമില്ലെങ്കിൽ അതിന് ജീവിക്കാൻ പറ്റില്ല, തപിച്ചുകൊണ്ടിരിക്കും. അത് മരണത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ തപിക്കുകയാണ്. അങ്ങനെ തപിച്ചുകൊണ്ടിരിക്കുന്ന മീനാണ് ഇവിടെ ഓരോ മനസ്സുകളും. അപ്പോൾ ആ മനസ്സിനെ ജീവിപ്പിക്കുന്നവളാണ് നീ. അങ്ങനെയുള്ള മനസ്സുകളെ ജീവിപ്പിക്കുക. അപ്പൊ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സിനെയാണ് ഇവിടെ മത്സ്യമായിട്ട് ഉപമിച്ചിട്ടുള്ളത്. ആ മത്സ്യത്തിന് പ്രാണൻ നൽകുന്ന, അതിന് രക്ഷ നൽകുന്ന ശക്തിയാണ്, ചൈതന്യമാണ് അമ്മ. അതുകൊണ്ട് അമ്മ ആ ശക്തിയെ നൽകിയാലും എന്ന പ്രാർത്ഥന അവരിയിലുണ്ട്. അധീന ദീന ഹീന വാരി ഹീന മീന ജീവന ദദാതു ശംപ്രദ അനിശം വശം വദാർത്ഥം ആശിഷം. ശംപ്രദ എന്ന് വിളിക്കുന്നു അമ്മയെ. ശം എന്നാൽ മംഗളം, മംഗളത്തെ നൽകുന്നവൾ ശംപ്രദ. എല്ലാ മംഗളങ്ങളെയും നൽകുന്നവൾ നീയാണ്. നീ ശിവയാണ്, മംഗളസ്വരൂപയാണ്. അങ്ങനെയുള്ള നീ അനിശം, നിത്യം, എപ്പോഴും. വശംവദാർത്ഥം, നിനക്ക് വശംവദരായിരിക്കുന്ന, അതായത് നിന്റെ ഭക്തർക്ക്, അവർക്ക് മറ്റാശ്രയമില്ല എന്ന ബോധ്യമുണ്ടായി. നീ മാത്രമാണ് ആശ്രയം എന്ന് അവർ വരിച്ചു. അങ്ങനെ നിന്റെ വശത്തായിരിക്കുന്നവരാണ്, നിന്റെ ഭക്തരായിരിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി അനിശം, എപ്പോഴും. ദദാതു, നൽകുക. എന്ത്? ആശിഷം, ആശിസിനെ, അനുഗ്രഹത്തെ നൽകുക. നിന്റെ അനുഗ്രഹം ലഭിച്ചാൽ ഉറപ്പായും അവർക്ക് ശ്രേഷ്ഠത കൈവരിക്കാൻ പറ്റും. അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അവർക്ക് പുതുജീവൻ ലഭിക്കും, അതായത് അവർക്ക് മോക്ഷം ലഭിക്കും. സംസാരമാകുന്ന ചക്രത്തിൽ കറങ്ങുന്നത് നിന്ന് അവരതിൻ്റെ കേന്ദ്രത്തിലുള്ള നിന്നെ പ്രാപിക്കും, നിന്നിൽ ലയിക്കും, അങ്ങനെ മുക്തരായി ഭവിക്കും. ഇതാണ് 4-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. സസംഭ്രമം ഭ്രമം ഭ്രമം ഭ്രമന്തി മൂഢമാനവ മുധാ ബുധാ സുധാം വിഹായ ധാവമാന മാനസ അധീന ദീന ഹീന വാരി ഹീന മീന ജീവന
ദദാതുഷം പ്രദാനിശം വശം വദാർത്ഥമാശിഷം. തുടർന്ന് 5ാമത്തെ ശ്ലോകമാണ്, അവസാനത്തെ ശ്ലോകമാണ്. വിലോലലോചനാഞ്ചിതോചിതൈശ്ചിതാ സദാ ഗുണൈർ അപാസ്യ ദാസ്യമേവ മാസ്യ ഹാസ്യലാസ്യകാരിണീ നിരാശ്രയാശ്രയാശ്രയേശ്വരീ സദാ വരീയസി കരോതുഷം ശിവാനിശം ഹി ശങ്കരാങ്കശോഭിനി. വിലോലം ഇളകുന്ന, ലോചനം കണ്ണുകളാൽ, അഞ്ചിതം കണ്ണുകളോട് കൂടിയവളാണ് അമ്മ. അങ്ങനെ ആ ഇളക്കം ഉചിതമായിരിക്കുന്നു, അങ്ങനെ ശോഭിക്കുന്നവളാണ് അമ്മ. അമ്മയുടെ കണ്ണിളകിക്കൊണ്ടിരിക്കുന്നു, ആ ഇളക്കം അമ്മയ്ക്ക് ചേർന്നതാണ്. എന്തുകൊണ്ടാണ്? കാരണം അമ്മ ഭക്തരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ മേൽനോട്ടത്തിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അപ്പൊ പ്രപഞ്ചത്തിൽ അമ്മയുടെ നോട്ടം എത്തണം. അതുകൊണ്ട് അമ്മയുടെ കണ്ണുകൾ സദാ ഇളകിക്കൊണ്ടിരിക്കുന്നു, എല്ലാ ദിക്കിലേക്കും നോക്കുന്നു, എല്ലാവരെയും നോക്കുന്നു. അപ്പൊ അത് ഉചിതമായ നോട്ടമാണ്. അങ്ങനത്തെ നോട്ടത്തോടു കൂടിയവളാണ് അമ്മ. അതാണ് വിലോലലോചനാഞ്ചിതോചിതൈശ്ചിത സദാ എപ്പോഴും, ഗുണൈർ ഗുണങ്ങളാൽ, അപാസ്യ അപാസ്യം എന്ന് പറഞ്ഞാൽ മറികടക്കുക. അപ്പൊ ഗുണങ്ങളെ മുഴുവൻ മറികടന്നിട്ടുള്ള, തരണം ചെയ്തു നിൽക്കുന്ന, ദാസ്യം അതിനെ അടിമയാക്കിയിട്ടുള്ള, കുറേ ഗുണങ്ങളുള്ള, ആസ്യം ഏവം ആസ്യം. ആസ്യം എന്നാൽ മുഖം എന്നാണ് അർത്ഥം. അപ്പോൾ അമ്മയുടെ മുഖം ഒരുപാട് ഗുണങ്ങളാൽ ശോഭിക്കുന്നതാണ്. സാധാരണ ഒരു മുഖത്തിന് എത്ര ഗുണങ്ങളുണ്ടോ അതിനെ അധികരിച്ച് നിൽക്കുന്നതാണ്. അതെപ്രകാരം അധികരിച്ച് നിൽക്കുന്നുവെന്ന് ചോദിച്ചാൽ ആ ഗുണങ്ങളെല്ലാം അമ്മയെയാണ് സേവിക്കുന്നത്. ആ ഗുണങ്ങൾ ഈ ലോകത്തിൽ ഏതെങ്കിലും മുഖത്ത് ശോഭിക്കണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹം അവർക്ക് കൂടിയേ തീരും. അതുകൊണ്ട് അവരെ ദാസരാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗുണൈർ അപാസ്യ ദാസ്യമേവ മാസ്യ, അങ്ങനത്തെ മുഖത്തോടു കൂടിയവൾ. മുഖത്തിന് എത്ര ഗുണങ്ങളുണ്ടോ അതിനെ അധികരിച്ച ഗുണത്തോടു കൂടിയവൾ. ആ ഗുണങ്ങളെയെല്ലാം തൻ്റെ ദാസന്മാരാക്കി വച്ചിരിക്കുന്ന മുഖത്തോടു കൂടിയവൾ. ആ മുഖത്തിൽ ഹാസ്യലാസ്യകാരിണി, അമ്മ ഹാസ്യത്തെയും പുഞ്ചിരിയെയും ലാസ്യത്തെയും പ്രദർശിപ്പിക്കുന്നു. ലാസ്യം എന്നാൽ ശൃംഗാരം. ഇത് രണ്ടും അമ്മ ആ മുഖം കൊണ്ട് പ്രദർശിപ്പിക്കുന്നു. കാരണം ഈ ലോകത്തിൽ സൗന്ദര്യം എന്ന് നമ്മൾ പറയുന്നത് എന്തോ അതിൻ്റെ ഉറവിടം അമ്മയാണ്. അപ്പൊ അതുകൊണ്ട് മുഖസൗന്ദര്യം, മുഖകാന്തി എന്ന് നമ്മൾ പറഞ്ഞ് കവികൾ എത്ര വർണ്ണിക്കുന്നുവോ ആ വർണ്ണനകളെല്ലാം അമ്മയ്ക്ക് താഴെ തന്നെയാണ്, അമ്മയുടെ മുഖസൗന്ദര്യത്തിന് താഴെ തന്നെയാണ്. അതുകൊണ്ട് ദാസ്യഭാവം കൽപ്പിച്ചിരിക്കുന്നു അവയ്ക്ക്. അങ്ങനത്തെ മുഖത്തോടു കൂടിയവളാണ് അമ്മ. ചിരിക്കുന്നു, ലാസ്യത്തെയും പ്രദർശിപ്പിക്കുന്നു. അതാണ് സദാ ഗുണൈരപാസ്യ ദാസ്യമേവ മാസ്യ ഹാസ്യലാസ്യകാരിണി. നിരാശ്രയ, മറ്റൊരു ആശ്രയം ഇല്ലാത്തവളാണ് അമ്മ. അമ്മയ്ക്ക് അമ്മ തന്നെയാണ് ആശ്രയം. ലോകത്തിന് മുഴുവൻ ആശ്രയം കൊടുക്കുന്നവൾ അമ്മയാണ്. ആ അമ്മ സ്വയം ആശ്രയിച്ചു നിൽക്കുന്നു, മറ്റൊരാശ്രയത്തെ ആശ്രയിക്കാതെ സ്വയം സ്വതന്ത്രയായി നിൽക്കുന്നു. അതുകൊണ്ട് നിരാശ്രയ. ആശ്രയാശ്രയേശ്വരി, ആശ്രയം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയം നൽകുന്നവരുടെ ഈശ്വരിയായി ഇരിക്കുന്നവൾ. അതാണ് ആശ്രയാശ്രയേശ്വരി. ഇനി നിരാശ്രയാശ്രയ എന്ന് നമുക്കൊരു പദമായിട്ട് എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ആശ്രയമില്ലാത്തവർക്ക് ആശ്രയമായി വർത്തിക്കുന്നവൾ. അപ്പൊ ലോകത്തിന് മുഴുവൻ ആശ്രയം കൊടുക്കുന്നവൾ നിരാശ്രയാശ്രയ. ആശ്രയേശ്വരി, ആശ്രയം കൊടുക്കുന്നതിൽ ഈശ്വരിയായി ഇരിക്കുന്നവൾ. അപ്പൊ ആശ്രയം കൊടുക്കുന്നവളാണ്, സ്വന്തമായി മറ്റൊരാശ്രയത്തിന്റെ ആവശ്യം ഇല്ലാത്തവളാണ്. അങ്ങനെ ആ പദത്തെ എടുക്കാം. അതാണ് നിരാശ്രയാശ്രയാശ്രയേശ്വരി സദാ വരീയസി, എപ്പോഴും ശ്രേഷ്ഠയായിരിക്കുന്നവൾ. അമ്മയ്ക്കുപരിയായിട്ട് ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ മഹിമയെ വർണ്ണിക്കുകയാണെങ്കിൽ അതിൻ്റെ പാരം, മറുകര എന്ന് പറയുന്നത്, ഏറ്റവും അറ്റം എന്ന് പറയുന്നത് അമ്മയുടെ മഹിമയാണ്. അതുകൊണ്ട് വരീയസിയായിട്ട് അമ്മ ശോഭിക്കുന്നു, ഏറ്റവും ശ്രേഷ്ഠമായവളായിട്ട് ശോഭിക്കുന്നു. കരോതു ശം ശിവ അനിശം ഹി ശങ്കരാങ്ക ശോഭിനി. കരോതു ശം, ശം ചെയ്താലും, മംഗളത്തെ ചെയ്താലും, ലോകത്തിന് മുഴുവൻ മംഗളത്തെ പ്രദാനം ചെയ്താലും, അനിശം നിരന്തരം മംഗളത്തെ പ്രദാനം ചെയ്താലും, ശിവ മംഗളസ്വരൂപിണിയാണ് അമ്മ. അതുകൊണ്ട് ലോകത്തിന് ആവശ്യമുള്ള മംഗളം കൊടുക്കാനുള്ള കഴിവും ശക്തിയും ബാധ്യതയും അമ്മയ്ക്ക് മാത്രമാണ്. അതുകൊണ്ട് ലോകത്തിന് ആവശ്യമുള്ള മംഗളങ്ങൾ നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് അമ്മയോട് പറയുന്നു. ഹി എന്തുകൊണ്ടെന്നാൽ ശങ്കരാങ്ക ശോഭിനി, ശങ്കരന്റെ മടിയിൽ ഇരുന്ന് ശോഭിക്കുന്നവളാണ് അമ്മ. ശങ്കരൻ എന്ന് പറഞ്ഞാൽ
ശം കരോതി ഇതി ശങ്കര. മംഗളത്തെ ചെയ്യുന്നവനാണ് ശങ്കരൻ. ആ ശങ്കരന്റെ മടിയിലിരുന്ന് ശോഭിക്കുന്നവളാണ്. ആ ശങ്കരന് മംഗളത്തെ ചെയ്യാനായിട്ട് സഹായിക്കുന്നവൾ. കാരണം ശക്തിയില്ലെങ്കിൽ ശിവന് ചലിക്കാൻ പറ്റില്ല. അപ്പൊ ശിവൻ ലോകത്തിന് മംഗളം ചെയ്യുന്നത് ശക്തിയിലൂടെയാണ്. അതുകൊണ്ട് ശിവന്റെ മടിയിൽ ഇരിക്കുന്നവളാണ്. ശിവനോട് അഭേദ്യം കാണിക്കാനാണ്. ശിവനും ശക്തിയും ഒന്ന് തന്നെയാണെന്ന് കാണിക്കാൻ ശിവന്റെ മടിയിൽ തന്നെയാണ് അമ്മ ഇരിക്കുന്നത്. അങ്ങനെ മടിയിൽ ഇരുന്നു കൊണ്ട് ശോഭിക്കുകയാണ്. അതുകൊണ്ട് ശങ്കരാങ്ക ശോഭിനി. അപ്പൊ ശിവൻ മംഗളം ചെയ്യുന്നത് നിന്റെ സാന്നിധ്യം കൊണ്ടാണ്. അതുകൊണ്ട് അല്ലയോ ശിവേ മംഗളസ്വരൂപേ അനിശം നിത്യവും ശം കരോതു. നീ മംഗളത്തെ ചെയ്യുക. ലോകത്തിന് മുഴുവൻ നീ മാത്രമാണ് ആശ്രയം. അതുകൊണ്ട് നിന്റെ കൃപ കൊണ്ട് വേണം ലോകത്തിന് മംഗളം ലഭിക്കാൻ എന്നിവിടെ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. ഇതായിരുന്നു 5ാമത്തെ ശ്ലോകം. വിലോലലോചനാഞ്ചിതോചിതൈശ്ചിതാ സദാ ഗുണൈർ അപാസ്യദാസ്യമേവ മാസ്യ ഹാസ്യലാസ്യകാരിണി നിരാശ്രയാശ്രയാശ്രയേശ്വരീ സദാ വരീയസി കരോതു ശം ശിവാനിശം ഹി ശങ്കരാങ്കശോഭിനി. ഇത് ശ്രീ പാർവതി പഞ്ചകം സമ്പൂർണം. അങ്ങനെ പാർവതി ദേവിയെ സ്തുതിക്കുന്ന 5 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ പാർവതി പഞ്ചകം പരിപൂർണമായി. ഓം തത്സത്. വളരെ സുന്ദരമായ സ്തോത്രമാണ്. അമ്മയുടെ വൈഭവത്തെ മുഴുവൻ വർണ്ണിക്കുന്ന, ചൊല്ലാൻ തന്നെ വളരെയധികം രസമുള്ള ആ രീതിയിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഉത്തമമായ സ്തോത്രമാണിത്. അപ്പോൾ ഈ 5 ശ്ലോകങ്ങളുടെയും ലളിതമായ വ്യാഖ്യാനത്തെ ആ ഭഗവതി പാർവതിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി മഹാമായേ, കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ, ഹരിയോ.